അവരവരുടെ കൊച്ചു മരിച്ചതിന്റെ സങ്കടം തീർക്കാൻ വെറുതെ അവര് ആ കുറ്റം ഞങ്ങളെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതാ. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ പണം ആവശ്യപ്പെടുന്ന വോയിസ് ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട്. ചേച്ചി ഒരു കാര്യം ഓർത്തോ, ഇവരീ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടായ അതിന്റെ ഉത്തരവാദിത്തം ചേച്ചിക്ക് തന്നെയാണ്. അഷി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ ആരെങ്കിലും ചെയ്യുന്നതിന്റെ കുറ്റം മാത്രം കാണാൻ ശ്രമിച്ചാൽ അതേ ഉണ്ടാവും. അതുകൊണ്ട് ആളുകളുടെ നന്മ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരം പേടിയും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. കിരണും ദുർഗയും എന്തിനാ ആ മരണ വീട്ടിൽ കിടന്ന് ഇത്രയും ഷൈൻ ചെയ്യുന്നത്? ദുർഗയും കിരണും മാത്രമല്ല, പൂർണിമയും വീട്ടുകാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ ഒരു കാര്യത്തിൽ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ കിരണിന്റെയും ദുർഗയുടെയും ഫ്രണ്ടിന്റെ സഹോദരിയാ മരിച്ചേ. അതുകൊണ്ട് അവരവിടെ കാര്യമായിട്ട് ഇടപെടുന്നത്. ഒരു ഫ്രണ്ടിനെ സഹായിക്കുന്നത് മാത്രമായിട്ട് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. മേഡം ഇങ്ങനെ ടെൻഷൻ ആവണ്ട. എവിടെയെങ്കിലും ഒന്ന് ആളാവാൻ അവസരം കിട്ടിയാ അത് ദുർഗ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഇതിപ്പോ ന്യൂസ് ആയൊരു മരണവീട് സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാരെ കാണിക്കാനായി ഷൈൻ ചെയ്യാനായിട്ട് നിൽക്കുന്നതാ ദുർഗ. പിന്നെ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെ അവളുടെ അതേ സ്വഭാവമാക്കിയിരുന്നു. അവരുടെ കാര്യം ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ പൂർണിമയും അനാവശ്യമായിട്ടൊരു സ്ഥലത്ത് വെറുതെ കയറി ചെല്ലുന്ന ആളല്ല പൂർണിമ. അപ്പോ മേഡം എന്തേ പറഞ്ഞു വരുന്നേ? പൂർണിമയ്ക്ക് വേണ്ടി കിരണും ദുർഗയും ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ടോന്നാണ് എന്റെ സംശയം. അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല. ഏതായാലും അഷിത അവരെ ഒന്ന് നിരീക്ഷിക്കണം. ആ ന്യൂസിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ അറിയിക്കാൻ വേണം. അത് പിന്നെ എന്നോട് പറഞ്ഞില്ലെങ്കിലും കൃത്യമായി തന്നെ ഞാൻ ചെയ്തിരിക്കും. ഒരു തരത്തിലും ഇനി ഒരു വിജയം പൂർണിമയ്ക്കുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായും സത്യസന്ധമായും മറുപടി പറയണം. നിങ്ങൾ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യും. ശരി സർ. വിനീതയെ നിങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഒരു പരാതി കിട്ടിയിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ മരണമെന്ന് വിനോദിന്റെ വീട്ടുകാർ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിച്ച ഭർത്താവും വീട്ടുകാരും പ്രതിക്കൂട്ടിലാവും. ഇത് കാലാകാലങ്ങളായിട്ട് നാട്ടിൽ നടക്കുന്നതാ. ഒരു വീട്ടിലെ പ്രശ്നം എന്താണെന്ന് ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. പുറത്തു നിൽക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കും അനുസരിച്ച് കഥകളുണ്ടാക്കി രസിച്ചാൽ മതിയല്ലോ. അതിനെ വിറ്റ് കാശാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ചാനലുകൾക്കും ഒരു മടിയില്ല. ശരി, സമ്മതിച്ചു. അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. അതെന്താണെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ഒരു നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരു കുടുംബ പശ്ചാത്തലമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും വിനീതയ്ക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ചോ മറ്റോ കണ്ട് പ്രദീപിന് അവളെ ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോ ഞങ്ങൾ ആ വിവാഹം ആലോചിച്ച് നടത്തിക്കൊടുത്തു. മക്കളുടെ ഇഷ്ടത്തിന് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളാ ഞങ്ങള്. പിന്നെന്തിനാ വിവാഹം നടത്താൻ നിങ്ങൾ ഒരുപാട് സ്വർണവും പണവും ചോദിച്ചത്? സ്വർണവും പണവും ഒക്കെ ചോദിച്ചെന്നോ? എന്റെ ഭഗവാനെ, ആരാ ഈ നട്ടാക്കുരുക്കാത്ത നുണയൊക്കെ പറഞ്ഞിരുന്നത്? ഇക്കാലത്ത് അങ്ങനെ ആരെങ്കിലും സ്വർണവും പണമൊക്കെ ചോദിക്കൂ?
അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ മകൾക്ക് എന്തെങ്കിലും കൊടുത്താ അത് വേണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റോ? അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ? പക്ഷേ പല പ്രാവശ്യം നിങ്ങൾ വിനീതയോട് വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരാൻ പറഞ്ഞതായി വിനീതയുടെ വീട്ടുകാർ പറഞ്ഞല്ലോ. അതൊക്കെ വെറുതെ പറയുന്നതാ. അവരവരുടെ കൊച്ചു മരിച്ചതിന്റെ സങ്കടം തീർക്കാൻ വെറുതെ അവര് ആ കുറ്റം ഞങ്ങളെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതാ. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ പണം ആവശ്യപ്പെടുന്ന വോയിസ് ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട്. ഓ, അതാണോ? അതെന്താണെന്നോ? അത് ഞങ്ങള് സ്ത്രീധനമായിട്ട് കൊണ്ടുതരാൻ പറഞ്ഞൊന്നുമല്ല. പ്രസീതയുടെ കല്യാണത്തിന് അല്ല, അവളുടെ ഭർത്താവിന് ബിസിനസ്സിനൊരു ആവശ്യം വന്നപ്പോ ഒന്നും മറിക്കാൻ ബന്ധത്തിന്റെ പേരിൽ ഒരു സഹായം ചോദിച്ചതാ. ഓ, അതൊക്കെ സാധാരണമല്ലേ? നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാ ആ സമയത്ത് ലിക്വിഡ് ക്യാഷ് കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം കുടുംബത്തിലുള്ളവരോട് ചോദിക്കും, ഇല്ലെങ്കിൽ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ചോദിക്കും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നേ? ആ രീതിയിൽ ചോദിച്ചതോ? ഓക്കെ. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിനീത മരിച്ചത്? ആസിഡ് ഒരാള് വെറുതെ കുടിക്കില്ലല്ലോ. ഒന്നുകിൽ മരിക്കാൻ തീരുമാനിച്ച് കഴിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ബലമായി കുടിപ്പിക്കണം. നിങ്ങൾ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ സംഭവിച്ചത്. വിനീതയ്ക്ക് ചില മെന്റൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നുണ്ടായ എന്തോ കാരണം കൊണ്ടാ അവള് തന്നെ ആസിഡ് എടുത്ത് കുടിച്ചത്. നിങ്ങൾ ഈ പറയുന്ന ഒരു മെന്റൽ ഇഷ്യൂ വിനീതയ്ക്കില്ലായിരുന്നു. വിനീതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പഠിച്ചുകൊണ്ടിരുന്നപ്പോ മെന്റൽ എബിലിറ്റി ടെസ്റ്റുകളും അനാലിറ്റിക്കൽ എബിലിറ്റിയും മാത്തമാറ്റിക്സിലും എല്ലാം വളരെ മിടുക്ക് കാണിച്ചിരുന്ന ഹൈലി ഇന്റലിജന്റ് ആയ ഒരു കുട്ടിയായിരുന്നു വിനീത. അങ്ങനെ ആയിരുന്നു, പക്ഷെ പിന്നീട് മാറാലോ. മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റാൻ ഒരു നിമിഷം പോരെ? വിനീതയുടെ സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? പാവം കൊച്ചായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു. വിനീത എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെന്ന് ചേച്ചിക്കറിയോ?